कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा। ഭഗവാൻ അത്ഭുതമായിട്ടുള്ള ലീലകൾ ഈ മാസത്തിൽ ചെയ്തു. ഈ കാർത്തിക് മാസത്തിൽ വെണ്ണ മോഷ്ടിച്ച ലീലയും ഗോവർദ്ധന മലയെ തൂക്കിയ ലീലയും പിന്നെ രാസലീല, രാസപൂർണിമ ആ ദിവസം നടന്ന ആ രാസലീല, ഇങ്ങനെ പോലെ പലവിധമായിട്ടുള്ള ലീലകൾ ചെയ്തിട്ടുണ്ട് വൃന്ദാവന ധാമിൽ. അപ്പോൾ ഈ മാസം ഭഗവാന് നെയ്യ് വിളക്ക് അർപ്പിക്കുകയാണ്. അതില്ലാതെ ഭഗവാനുടെ ഈ ലീലകളെല്ലാം സ്മരണം ചെയ്യുന്നത്, ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം നവവിധ ഭക്തി, 9 വിധമായിട്ടുള്ള ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം സാധാരണമായിട്ടുള്ള കാര്യമല്ല, നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ട കാര്യമല്ല. ഇത് അത്ഭുതമായിട്ട് കാര്യമാണ്. എന്തായെന്ന് പറഞ്ഞാൽ ഇത് ഭഗവാനുടെ സേവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇത് വന്നിട്ട് പരമസത്യമായിട്ടുള്ള കാര്യമാണ്, ആബ്സല്യൂട്ട് ട്രൂത്ത്. സാധാരണമായിട്ട് ഭൗതിക ജീവിതത്തിൽ നമ്മൾ കർമ്മമനുസാരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. ഇത് അങ്ങനെ പോലെയല്ല. ഭഗവാനെ സേവിക്കുന്ന കാര്യം അത്ഭുതമായിട്ടുള്ള കാര്യവുമാണ്. ഭഗവാനുടെ ലീലകൾ പോലെ ഈ ഭഗവാനെ സേവ ചെയ്യുന്ന കാര്യം, എസ്പെഷ്യലി ഈ മാസത്തിൽ കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, അത് അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഈ അത്ഭുതമായിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സന്ദർഭം കിട്ടുന്നത് അത് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ഉലകത്തിലെ എല്ലാ സ്ഥലത്തിലും ചെന്നിട്ട് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർ ഏത് ദേശത്തിലും ആയിരിക്കട്ടെ, ഏത് വിധമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കട്ടെ, അവരെടുത്ത് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് ഹരിനാമ സങ്കീർത്തനവും ഹരിനാമവും ഭാഗവതവും ഭഗവത്ഗീതാവും ഇതിലിരിക്കുന്ന ഭഗവാനുടെ ശിക്ഷകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഭഗവത്ഗീത നമ്മൾ 87 ഭാഷകളിൽ നമ്മൾ തർജ്ജമ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുക. ഇങ്ങനെ പോലെ ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം ഒരു ഭക്തനുക്ക്, ഒരു ശുദ്ധമായിട്ടുള്ള ഭക്തനുക്ക് മാത്രമേ ഉള്ളൂ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. സോ ദീപാവലി ദിവസം വന്നിട്ട് ഭഗവാൻ ഈ അത്ഭുതമായിട്ട് ഒരു കാര്യം ചെയ്യുന്നിട്ട് യശോദമായി ഭഗവാനെ സ്പെഷ്യലായിട്ട് കെട്ടിയിടും. ഭക്തിബദ്ധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാടുകയാണ് ദാമോദര അഷ്ടകത്തിൽ. ആ കാര്യം ഇന്ന് നടന്നതാണ്, ഈ ദിവസം ദീപാവലി ദിവസം നടന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാഗവതത്തിലെ ശുകദേവ ഗോസ്വാമി വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പരീക്ഷിത് മഹാരാജിനടുത്ത്. പരീക്ഷിത് മഹാരാജിൻ്റെ ചോദ്യമായിരുന്നു, യശോദാ കാ മഹാഭാഗ പപ്പൗ യസ്യം സ്തനം ഹരി. യശോദാവിന് വലിയ ഭാഗ്യം ഇങ്ങനെ എങ്ങനെ കിട്ടി? അതായത് കൃഷ്ണന് ഒരു മകനായിട്ട് പലതും വിധമായിട്ടുള്ള സേവകളൊക്കെ ചെയ്യാൻ സാധിച്ചു. സോ പരീക്ഷിത് മഹാരാജ് വളരെ ഈ പ്രശ്നം ചോദിക്കുന്നപ്പോൾ ശുകദേവ ഗോസ്വാമി വളരെ എളുപ്പമായിട്ട് പറഞ്ഞു, ഇങ്ങനെ മുമ്പ് ദ്രോണ ധര എന്ന് പറഞ്ഞിട്ടായിരുന്നു 2 പേര്
അവർ വളരെ വിധമായിട്ടുള്ള തപസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു മകന് കിട്ടണം, ഭഗവാൻ തന്നെ നമ്മൾക്ക് മകനായിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവർ തപസ്യങ്ങളൊക്കെ ചെയ്തു. അതായത് കൊണ്ട് ഈ ജന്മത്തിൽ യശോദാനന്ദ മഹാരാജ് ആയപ്പോൾ അവർക്ക് ഭഗവാൻ കൃഷ്ണൻ മകനായിട്ട് കിട്ടി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. പക്ഷെ പരീക്ഷിത് മഹാരാജന് സംശയമായിരുന്നു. അത് എന്ത് പല ലീലകളും ഞാൻ കേട്ടു, പലരും കൃഷ്ണനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇത്ര എളുപ്പമായിട്ട് ആരെങ്കിലും രണ്ടുപേര് വന്നിട്ട് തപസ്യം ചെയ്താൽ അവർക്ക് ഭഗവാൻ പരമസത്യം, പരബ്രഹ്മൻ, പരന്ധാമ, പവിത്രം, പരമം ഭവാൻ, പുരുഷം ശാശ്വതം ദിവ്യം എന്ന് പറഞ്ഞ ആ പുരുഷൻ വന്നിട്ട് മകനായിട്ട് വരുമോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇത് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്, അത്ര എളുപ്പമായിട്ട് ഭഗവാനെ കിട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ സുഖദേവ ഗോസ്വാമി ഇനി വലിയ ആനന്ദവും സന്തോഷമായി. അപ്പോൾ നന്നായിട്ട് വളരെ കെയർഫുള്ളായിട്ട് കേൾക്കുന്നെന്ന് ഞാൻ പറഞ്ഞതല്ല, ഈ കേൾക്കുന്ന ഈ പ്രശ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ യശോദാമയിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എത്ര വളരെ പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ടൊരു ഭക്തിയാണ് യശോദാമയി എന്ന് പറഞ്ഞിട്ട് ഈ കഥ തുടങ്ങി. ഇന്ന് യശോദാമയിയുടെ വലിയ മഹിമ പറയാൻ തുടങ്ങി. നീ ചോദിച്ച പ്രശ്നം കറക്റ്റായിട്ട് ഇതാണ്. ഇത്ര എളുപ്പമായിട്ട് എന്തെങ്കിലും ഒരു തപസ്യം ചെയ്താൽ ഭഗവാൻ വന്നിട്ട് മകനായിട്ട് ജനിക്കില്ല. പക്ഷേ യശോദാമയി നന്ദമഹാരാജൻ നിരന്തരമായിട്ട് ശാശ്വതമായിട്ട് ഈ ഭഗവാനുടെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞിട്ട് ആ ലീല പറഞ്ഞു കൊടുത്തു. നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യശോദ ആരാന്ന് പറഞ്ഞു. നേമം വിരിഞ്ചോ ന ഭവോ നശീരപി അംഗസംശയാ പ്രസാദം ലേപിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്. സുഖദേവ ഗോസ്വാമി പറഞ്ഞു, ന ഇമം വിരിഞ്ചോ ന ഭവോ, ബ്രഹ്മാവുക്കും ശിവനുക്കും ന ശ്രീ അപി അംഗസംശയാ, ലക്ഷ്മിക്ക് ഇങ്ങനെ പോലെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ആര്? ബ്രഹ്മ, ശിവൻ, ലക്ഷ്മി. ലക്ഷ്മി എന്തിനാ? അംഗസംശയ എന്ന് പറഞ്ഞാൽ ഭഗവാനുടെ നെഞ്ചിൽ താമസിക്കുന്ന ആ ലക്ഷ്മിക്കും ഇങ്ങനെ പോയി ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ആര് പോലെ? യശോദ പോലെ. ഞാൻ ആ കഥ പറയാമെന്ന് പറഞ്ഞു. ബ്രഹ്മാവുക്കും കിട്ടാതെ ഭാഗ്യം, ശിവനുക്കും കിട്ടാതെ ഭാഗ്യം, ലക്ഷ്മിക്കും കിട്ടാതെ ഭാഗ്യം ഈ യശോദമായിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ന ഇമം വിരിഞ്ചോ ന ഭവോ ന ശ്രീ, 3 പ്രാവശ്യം ന ന ന എന്ന് പറഞ്ഞു വളരെ ഉത്സാഹത്തോടെ. പ്രസാദം ലേഭിരേ ഗോപി, ഈ ഗോപി ഉണ്ടല്ലേ യശോദാമായി, കിട്ടിയ പോലെ പ്രസാദം, അനുഗ്രഹം, ദയ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. പ്രസാദം ലേഭിരേ ഗോപി, ലേഭിരേന് ലാഭം. യത്തത് പ്രാപ വിമുക്തിദാത്, ഈ വിമുക്തനായിട്ട്, മുക്തി മാത്രമല്ല വിമുക്തെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശുദ്ധ ഭക്തി കിട്ടുന്ന വിമുക്തനായിട്ടെന്ന് പറയും. വിമുക്തിദാത്, യശോദമ്മയ്ക്ക് കിട്ടിയ പോലെ എന്ന് പറഞ്ഞിട്ട് ഈ കഥ തുടങ്ങിയതാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ബ്രഹ്മാവിനെക്കാളും ശിവനെക്കാളും ലക്ഷ്മിനെക്കാളും കൂടുതലാണ് ഈ യശോദാമയി എന്ന് പറഞ്ഞിട്ട്. ഇത് പല പേർക്ക് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതം വളരെ സ്പെഷ്യലായിട്ട് എന്താണ് നമ്മൾ പറയുന്നത്? ഇതിൽ ഭക്തി രസം, ഭക്തന്മാരുടെ മഹിമയും നമുക്ക് കേൾക്കാൻ പറ്റും. ദേവന്മാരുടെ മഹിമയും നമ്മൾ ഈ വേദത്തിൽ എവിടെ പഠിച്ചെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേ ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ ഭക്തന്മാരുടെ മഹിമ കിട്ടും. അതായത് ഭക്തന്മാർ ചെയ്യുന്ന ആ ലീലകൾ ഭഗവാന്റെ കൂടെ, പിന്നെ ഭക്തന്മാർക്ക് കിട്ടുന്ന ആ ഭാഗ്യം ദേവന്മാർക്ക് കിട്ടൂല. അവരുടെ ലെവൽ കുറവാണെന്ന് പറഞ്ഞിട്ട് ഈ ലീലയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സാധാരണമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പൊതുജനങ്ങളെല്ലാവരും തെറ്റാണ് പറയുന്നത്. ബ്രഹ്മ, വിഷ്ണു, ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷേ ഇതാണ് സീക്രട്ട്. ഇത് ഗുപ്തമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഗുപ്തമായിട്ടുള്ള ഈ മാറ്റർ എന്താണെന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ ഇതാണ് സുഖദേവ ഗോസ്വാമി പറഞ്ഞു. അതായത് കൊണ്ട് ഈ ലീല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? യശോദാമയി ബ്രഹ്മ, ശിവ,
ലക്ഷ്മീനെക്കാളും കൂടുതൽ പൊസിഷനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മുമ്പ്? ആർക്കും അറിയില്ല അത്. പക്ഷെ സുഖദേവ ഗോസ്വാമി ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ലീലയെ നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ കേട്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്താണെന്ന് പറഞ്ഞിട്ട്. എന്തിനാ? പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ ജന്മാദ്യസയഥകന്വയാത് ഇതരതശ്ചാത്തേഷ്വഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദയാദികവയെ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ ത്വാം നാസ്യേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഭാഗവതത്തിലെ ആദ്യമായിട്ടുള്ള ശ്ലോകത്തിൽ സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യതഃ. ആരാണ് ഭഗവാൻ വാസുദേവൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ നമുക്ക് മനസ്സിലായി. ജന്മാദ്യസ്യതഃ. സോ ആ ഭഗവാൻ യശോദമ്മയ്ക്ക് ജനിച്ചതാണ് മകനായിട്ട്. ജനനി എന്ന് പറഞ്ഞ അമ്മ. ജനിച്ചത് ഭഗവാൻ പുത്രനായിട്ട്, മകനായിട്ട്. അപ്പോൾ ഈ കഥയിൽ പല പ്രാവശ്യം കൃഷ്ണൻ വന്നിട്ട് ഓരോരോ വീട്ടിലേയും ചെന്നിട്ട് വെണ്ണ മോഷ്ടിക്കുകയാണ്. അപ്പോൾ ഓരോരോ പ്രാവശ്യം വന്നിട്ട് ഓരോരോ ഗോപികളും വന്നിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നപ്പോൾ, യശോദാമ്മയുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നപ്പോൾ അത് കേട്ടിട്ട് യശോദാമ്മയി കൃഷ്ണനടുത്ത് ചോദിക്കും, ഇങ്ങനെ പറഞ്ഞ പോലെ ചെയ്താൽ നീ? ഇല്ലേ അമ്മ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ അച്ഛൻ്റെ കൂടെ 9 ലക്ഷം പശുക്കളാണ്. ഞാൻ എന്തിനാ മറ്റേ വീട്ടിൽ ചെന്നിട്ട് വെണ്ണയൊക്കെ മോഷ്ടിക്കുന്നത്? എൻ്റെ വീട്ടിൽ പലവിധമായിട്ടുള്ള ഫ്ലേവേഴ്സൂടെ വെണ്ണയൊക്കെ ഉണ്ട്. നീ എനിക്ക് തരുന്നില്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നപ്പോൾ യശോദമ്മ ഫുൾ കൺവിൻസ് ആവും. എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ഓരോരോ സ്ഥലത്തിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നുണ പറയും. ഇങ്ങനെ അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നപ്പോൾ പിന്നെ അമ്മേനെ വളരെ എളുപ്പമായിട്ട് കൺവിൻസ് ചെയ്യും. അമ്മയിലെ ആ അഫെക്ഷനും ആ സ്നേഹമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇത്ര ചെറിയ കുട്ടി എല്ലാം കറക്റ്റായിട്ട് പറയുന്ന വാസ്തവമാണ്, ഒരിക്കലും നുണ പറയില്ല എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിൽ അമ്മ വന്നിട്ട് മകനെ ആലിംഗനം ചെയ്തു. ഇങ്ങനെ കറക്റ്റാണ് മോനെ, നീ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യില്ല, നീ നല്ല കുട്ടിയാണ്, ഗുഡ് ബോയ് ആണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓരോരു പ്രാവശ്യം ഈ ഗോപികൾക്ക് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് 100% കറക്റ്റാണ്. പക്ഷേ ഭഗവാൻ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് അത് ശരിയാക്കും. ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് കൂടുതലായിക്കൊണ്ടേ വരും. ദിവസം ഒരു 4-5 വീട്ടിൽ പോകും ചിലപ്പോൾ. അപ്പോൾ പുരാണത്തിലെയും സംഹിതം പല വിധമായിട്ടുള്ള വൈദിക ശാസ്ത്രത്തിൽ ഈ ലീലകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ സ്ഥലത്തിലെ വിധവിധമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചെയ്ത് ചെയ്യും. ഭഗവാന് ഒരു വലിയ പ്ലാൻ തന്നെ, ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലെ കുരങ്ങൾ ഉണ്ടായിരുന്നു. കുരങ്ങളാണ് അഡ്വാൻസ് പാർട്ടി ആയിട്ട് പോകും ഫസ്റ്റ്. ഇവരെവിടെയോ ഒളിഞ്ഞ് ഇവിടെ നിൽക്കും. വീട്ടിൽ ആരും ഇല്ല എന്ന് ഈ വീട്ടിൽ സ്ത്രീ മാത്രം, ആ ഗോപി മാത്രമുണ്ട്. പക്ഷേ ഭയങ്കര ബിസിയാണ്, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ പുറത്ത് പോയിരിക്കുന്നത്, പഠിക്കാൻ പോയിരിക്കുന്ന ഗുരുകുലത്തിലെല്ലാം. ഇതാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു അഡ്വാൻസ് പാർട്ടി നിന്ന് കുരങ്ങാണ് അഡ്വാൻസ് പാർട്ടി. 4-5 കുരങ്ങൾ ചെന്നിട്ട് അവിടെ പോകും. ചെന്നിട്ട് ഏത് റൂമിൽ ലേഔട്ടൊക്കെ മനസ്സിലാക്കും. എവിടെയാണ് സ്റ്റോർ റൂം, ഗോഡൗൺ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കും. അവിടെ വെണ്ണ എങ്ങനെ വെച്ചിരിക്കുന്നത്, മുകളിലോട്ട് വെച്ചിരിക്കുന്ന, അല്ല ഷെൽഫ് വെച്ചിരിക്കുന്ന, പൂട്ടി വെച്ചിരിക്കുന്ന, ഇതൊക്കെ വന്നിട്ട് അവർ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യും കൃഷ്ണൻ്റെ അടുത്ത്. ഇത് തെക്കേ ഭാഗം ഇങ്ങനെയാണ്, എൻട്രൻസ് ഇതിന് ഇങ്ങനെയാണ്, ഇവിടെ ജനലൊക്കെ ഉണ്ട്, ഇവിടെ കതവുണ്ട്, അകത്ത് ഇനിയൊരു കതവുണ്ട്, അതിനെ പൂട്ടിയിരിക്കുകയാണ്, ഇതൊക്കെ എല്ലാം വന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനും ബലരാമനും ഡിസ്കസ് ചെയ്യും ഫസ്റ്റ് സ്ട്രാറ്റജി. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ചെന്നിട്ട് അതങ്ങനെ ചെയ്ത് അകത്ത് പൊളിക്കും, പിന്നെ അകത്ത് കയറും, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓരോരു സ്ഥലത്തിലും ചിലപ്പോൾ ആ ഗോപി സ്ത്രീ അവിടെ വന്ന് നിൽക്കും. വന്നല്ലേ നിങ്ങളെല്ലാം,
അപ്പോൾ പല പേര് പറയുന്നത് കറക്റ്റാണ്. ഞാൻ പിടിച്ചു ഞാനിപ്പോൾ ഓരോ പ്രാവശ്യം പിടിക്കും. അപ്പോൾ ഓരോരോ പ്രാവശ്യവും ഓരോരോ ട്രിക്ക്. ഇത് ഭഗവാനല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെ സർവശക്തിമാനാണ്. അപ്പോൾ ഭഗവാനുടെ ശക്തികളൊക്കെ ഭഗവാനെ ഉപയോഗിച്ചെങ്കിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ചിലപ്പോൾ അതിന് യോഗിക് ശക്തി, യോഗേശ്വരനല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യോഗി ശക്തിയൊക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ ആ സ്ത്രീ വന്നിട്ട് ഇത്ര സുന്ദരമായിട്ടുള്ള ആ രൂപം, ഭഗവാന്റെ രൂപം കണ്ടിട്ട് അങ്ങനെ തന്നെ നിൽക്കി കൂട്ടാ പറഞ്ഞിട്ട് എന്തോ ഒരു മന്ത്രം ഇടും എൻ്റെ മുകളിൽ. അങ്ങനെ ഇന്നുകൊണ്ടിരിക്കുന്നപ്പോൾ കണ്ണിന് മുമ്പ് മോഷ്ടിങ് എല്ലാം എടുത്ത് കുറങ്ങനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കേണ്ട, അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അങ്ങനെ നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ വെണ്ണയൊക്കെ പോയി, എൻ്റെ തൈരൊക്കെ പോയി, അതൊക്കെ പോയി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഭഗവാനുടെ ശക്തി. അപ്പോൾ ഗോപന്മാർ ഒന്നും പേടിക്കണ്ട, ആ സ്ത്രീന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, വാ എന്ന് പറഞ്ഞിട്ട് ലൈവ് കണ്ടുകൊണ്ടേയിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പറ്റും, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് ഒരു അനക്കം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ചെയ്യും മാജിക്. പിന്നെ അവർ ചെന്നിട്ട് പിന്നെ എല്ലാം ശരിയാവും. ഒരു 10 നിമിഷത്തിൽ ഞങ്ങൾ പോയി പിന്നെ എല്ലാം ശരിയാവും നിനക്കെന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഓരോരോ വീട്ടിലും ചെയ്യും. ഇനി ഒരു വീട്ടിൽ ചെന്നിട്ട് ആ സ്ത്രീ പിടിച്ചു, ആ ഗോപി സ്ത്രീ പിടിച്ചു. ഞാൻ ഒളിഞ്ചവരെ കണ്ടുകൊണ്ടിരുന്നു. ശരി അകത്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അകത്ത് ചെന്നിട്ട് പൂട്ടി. പിന്നെ അകത്ത് ചെന്ന് ഫസ്റ്റ് ഹാൻഡ് ഞാൻ പിടിച്ചു നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അന്ന് ദിവസം ഇങ്ങനെ പോലെ ഫോണിൽ സെൽഫിയൊക്കെ എടുക്കാൻ സാധിക്കില്ല, ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഉടനെ ഇൻ്റർനെറ്റിൽ അയക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞാൽ, സാക്ഷി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചു. ഇങ്ങനെ വെണ്ണയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് മുഖത്തിലെല്ലാം വെണ്ണ, ഇത് 100% പ്രൂഫാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ വാ എന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ വാ, ഇങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ കൂട്ടിപ്പോയി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വാർണിംഗ് കൊടുക്കുകയാണ് കേട്ടോ, എന്നെ കൂട്ടിക്കൊണ്ട് പോരുത്, അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും, അതിനെ വേറെ പോലെ ഇതെല്ലാം വരും എന്ന് പറഞ്ഞപ്പോൾ കാണാം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയപ്പോൾ പിന്നെ കരഞ്ഞു, വേണ്ട പ്ലീസ് എന്നെ കൂട്ടിക്കൊണ്ട് പോകാം, യശോദാമ്മയുടെ അടുത്ത് പറയരുത്. പിന്നെ യശോദാമ്മേനെ സങ്കടമാവും. പിന്നെ യശോദാമ്മ എന്നെക്കുറിച്ച് പല ഇംപ്രഷൻസൊക്കെ ഉണ്ട്, അതെല്ലാം ചീത്തയാവും. നിങ്ങനെ അങ്ങനെയല്ലേ നീ അങ്ങനെ ഒരു പയ്യനാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നപ്പോൾ യശോദാമ്മയുടെ വീട്ടിലെത്തി. കതവ് തട്ടി യശോദമായി പുറത്ത് വന്നപ്പോൾ, നിൻ്റെ മകനെ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ മകൻ ഇവിടെ കിടക്കുന്നത്, തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിർത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ്, കൃഷ്ണനല്ല. അങ്ങനെ ഭഗവാനുടെ ശക്തി, മായാശക്തി മാറ്റി ആ പയ്യന്, അമ്മ എനിക്ക് വീട്ടിന് പോകാൻ എന്തിനാ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു, കൃഷ്ണൻ വരെ ഉറങ്ങുന്നത്, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് വന്നു. ആ സ്ത്രീ ഭയങ്കര കൺഫ്യൂഷനായി. ഞാൻ എൻ്റെ വീട്ടിനകത്ത് പിടിച്ചല്ലേ, ഒരു സമയം എനിക്ക് എന്തോ സ്ട്രെസ്സ് കൂടുതലായിട്ട് എന്തോ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് യശോദമായി ചിരിക്കാൻ തുടങ്ങി. എന്ത് പറ്റിയെന്ന് നിനക്ക്, നീ ഉറങ്ങാൻ, നിനക്ക് ഇനിയും ഉറങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ച്. പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നപ്പോൾ, അമ്മ എനിക്ക് കാലിലും പഠിക്കുന്ന കുറച്ച് മുകളിലോട്ട് കയറണമെന്ന് പറഞ്ഞപ്പോൾ മുകളിലോട്ട് കൂട്ടി ഇങ്ങനെ വെച്ചു, തോളിൻ്റെ മുകളിൽ വെച്ചു. തോളിൽ വയ്ക്കുന്നപ്പോൾ തലയെ തട്ടി, അമ്മ എന്നെ കാണും, കുറച്ച് ഇങ്ങോട്ട് കാണുമെന്ന് പറഞ്ഞപ്പോൾ തെമ്പിയും കൃഷ്ണനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഇവിടെ കൃഷ്ണനാണ് ഇരിക്കുന്നത്. ഇപ്പം താഴെ ഇങ്ങനെ കൃഷ്ണൻ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കൂടെ ഞാൻ വാർണിംഗ് കൊടുത്തല്ലേ, എൻ്റെ കൂടെ ഇങ്ങനെ കളിക്കരുതെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം നോക്കാം കേട്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. ഇങ്ങനെ ഭഗവാനുടെ ശക്തി, ദിവ്യമായിട്ടുള്ള ശക്തി ഉപയോഗം ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ലീലകളൊക്കെ ചെയ്യുന്നപ്പോൾ ഈ ഗോപികൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ പല വിധത്തിൽ ഇനിയൊരു സ്ഥലത്തിൽ ഭഗവാനടുത്ത് ഈ സ്ത്രീ തന്നെ ചോദിച്ചു, അല്ല എങ്ങനെ നിന്നെ കെട്ടിയിടാമെന്നൊന്ന് എനിക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ കെട്ടിയിട്ടിട്ട് ഞാൻ യശോദമായി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരാം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ, ഒരു കയറി തരും എന്ന് പറഞ്ഞിട്ട് ആ ഗോപി അവിടെ വെച്ച് ഈ തൂണിൽ കെട്ടണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ നോട്ടിടണം, ഇങ്ങനൊരു കെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഇടുന്ന പറഞ്ഞാൽ എല്ലാ ഗോപന്മാരും ചേർന്നിട്ട് ആ സ്ത്രീയെ ഫുള്ളായിട്ട് കെട്ടി ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കെട്ടം തിട്ടാ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി. അവിടെ ഇരിക്കുന്ന വെണ്ണയൊക്കെ കഴിച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചത്, എങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് നിങ്ങൾ ഇരിക്കൂ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്
അപ്പോൾ ഓരോരോ സ്ഥലത്തിലിങ്ങനെ ഓരോരോ വിധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഗോപികൾക്കെല്ലാം വലിയ സന്തോഷമാണ്. അകത്ത് പുറത്തവർ കാണിക്കുന്ന ദേഷ്യമവും അതും ഇതും, പക്ഷെ അകത്ത് എൻ്റെ വീട്ടിൽ വരുവോ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുന്നപ്പോൾ ഒരു ദിവസം പല കംപ്ലയിൻസൊക്കെ കേട്ട് യശോദമായി ഒരു ദിവസം ഞാൻ തന്നെ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ വെണ്ണയെ കടഞ്ഞ് ഞാൻ എൻ്റെ മകനെ വെണ്ണ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ചെയ്തു. അന്ന് അടുത്ത ദിവസം വലിയ യാഗമായിരുന്നു. അതായത് കൊണ്ട് എല്ലാവരും സ്ത്രീകളും അസിസ്റ്റൻസും എല്ലാവരും അങ്ങോട്ട് പോയി ആ സർവീസസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശുകദേവ ഗോസ്വാമി പറയുന്ന ആ ദിവസം കുറച്ച് ഫ്രീ ആയിരുന്നു യശോദാമായി. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഞാൻ തന്നെ എൻ്റെ മകന് വേണ്ടിയിട്ട് വെണ്ണ ചെയ്ത് ഞാൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മകന് ഉറങ്ങുന്നപ്പോൾ അതിന് സൈഡിൽ നിന്ന് പതുക്കെ പുറത്ത് വന്ന് കതവൊക്കെ മൂടി പിന്നെ ചെന്നിട്ട് തൈര് കടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വലിയ ഭരണി അതിനെ മത്തൊക്കെ ഇട്ടിട്ട് ആ കയറൊക്കെ ചുറ്റി കടയാൻ തുടങ്ങി. കഴിഞ്ഞിരിക്കുന്നപ്പോൾ പാട്ടുപാടി. ഇത് യശോദാമയിന് ആ രൂപം, ആ സുന്ദരമായിട്ടുള്ള വെണ്ണയെ കടയുന്നതൊക്കെ ശുകദേവ ഗോസ്വാമി വളരെ നല്ല ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഭാഗവതത്തിൽ. ഈ സാഫ്രോൺ കളർ, കുങ്കുമപ്പൂവിൻ്റെ കളറിൽ സാരി ആയിരുന്നു. പിന്നെ യശോദാമായി കൃഷ്ണനെ കുറിച്ച് പലവിധമായിട്ടുള്ള ലീലകളൊക്കെ ചെയ്തു. പൂത്തന വധം ചെയ്തു, ചകടാസുര വധം ചെയ്തു, പിന്നെ അകാസുരം ബകാസുര അവരിനെ കുറിച്ചെല്ലാം എങ്ങനെ നീ ഈ പൂത്തന എങ്ങനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പാടിക്കൊണ്ട് വലിയ ഒരു സൗണ്ട്. ആ സൗണ്ടിൽ നമ്മളിപ്പോൾ ഒരാൾ മൃദംഗം, ഇനിയൊരാൾ കർത്താലം, ഇനിയൊരാൾ മൃദംഗം, ഒക്കെ 4-5 പേര് ചേർന്നിട്ടാണ് നമ്മൾ പാട്ട് പാടിയത്, കീർത്തനം ചെയ്തത്. പക്ഷേ യശോദാമയി സിംഗിൾ ഒരാൾ തന്നെ എല്ലാം ചെയ്തു. ഒരാൾ തന്നെ കർത്താലും മൃദംഗമും പാട്ടും എല്ലാം ചെയ്യാൻ പറ്റുമോ? പിന്നെ യശോദാമയി ചെയ്തു. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ വളകളൊക്കെ ഉണ്ടല്ലേ കയ്യിൽ, അതിനെ കടയുന്നപ്പോൾ ഒരുമാതിരി ഒരു ചിക്കുന്ന, പിന്നെ കൊലുസൊക്കെ കാലൊക്കെ തട്ടി ഇങ്ങനെ, അതുമില്ലാതെ കടയുന്നപ്പോൾ ആ മറ്റെന്തല്ലേ ടറ പറ ടറന്ന് വന്ന് അതും ഒരു സൗണ്ട്, അതിനെല്ലാം അനുസരിച്ച് പാട്ട് പാടി. അപ്പോൾ വൺ മാൻ ബാൻഡ് പോലെ ആയിരുന്നു. ഒരാൾ വലിയ ഫുൾ മ്യൂസിക് ബാൻഡ് പോലെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ആ പാട്ടിലെ ഫുള്ളായിട്ട് മുങ്ങി കൃഷ്ണനെ ചിന്തിക്കൊണ്ട് കൃഷ്ണൻ്റെ ആലോചനയിൽ വലിയതായിട്ട് പാട്ട് പാടി അങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വളരെ അബ്സോർബ്ഡായിരുന്നു യശോദാമായി കൃഷ്ണൻ്റെ ആലോചന. പക്ഷേ ഇവിടെ കൃഷ്ണൻ ബെഡ്റൂമിൽ എണിച്ചിട്ട് എവിടെ പോയി അമ്മ, എവിടെ പോയി, എന്നെ തനിച്ച് വിട്ടിട്ട് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നു. പിന്നെ വലിയതായിട്ട് അമ്മാന്ന് വിളിച്ചു. പക്ഷേ യശോദാമായി വളരെ ബിസിയാണ്. ശബ്ദം, പാട്ട് പാടുന്നതും ഈ കടയുന്ന ശബ്ദവും കൊലിസും കയ്യിലിരിക്കുന്ന വളകളെല്ലാം ശബ്ദത്തിൽ കേട്ടില്ല. അവിടെ റൂം വേറെ പൂട്ടിയിരിക്കുന്നു, അങ്ങനെ ക്ലോസാണ്. അപ്പോൾ കൃഷ്ണന് അവിടെ നിന്ന് അമ്മാന്ന് വിളിക്കുന്നത് കേട്ടില്ല. യശോദാമ്മ വളരെ ബിസിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൃഷ്ണന് വീണ്ടും ദേഷ്യം വന്നു. ഞാൻ വിളിക്കുന്ന ഇന്നും വരുന്നില്ല. ഫസ്റ്റ് എന്നെ വന്ന് ഞാൻ ഉറങ്ങി നിൽക്കുന്നപ്പോൾ എന്നെ ഒന്നും പറയാതെ അങ്ങോട്ട് പോയി, തനിച്ച് വിട്ടിട്ട് പോയി. അതുമില്ലാതെ ഞാൻ വിളിക്കുന്നപ്പോൾ വരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ എങ്ങനെ മടങ്ങി അവിടെ നിന്ന് ബെഡിലിരുന്ന് താഴെ പതുക്കെ ഇറങ്ങി. എക്സ്പെർട്ടാണ് ഇതിലൊക്കെ, ഓരോരോ വീട്ടിലും ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്ന ആളാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വന്ന് താഴെ കതവ് തുറന്നു. പിന്നെ കതവ് തുറന്ന് നിന്നിട്ട് അമ്മാ എന്ന് വിളിച്ചപ്പോൾ അപ്പോഴും കേട്ടില്ല. യശോദാമായി ഭയങ്കര ബിസിയാണ്, കടഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയതായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. തനിച്ചങ്ങനെ എൻജോയ് ചെയ്യുന്നല്ലേ, എന്നെ അവിടെ തനിച്ച് വിട്ടിട്ടെന്ന് പറഞ്ഞ് ഇനി വീണ്ടും ദേഷ്യം വന്നു. അവിടെ ചെന്നിട്ട് മത്ത് പിടിച്ചു, ഇങ്ങനെ മത്ത് പിടിച്ച് നിർത്തി. അതും പറയുന്ന ഇവിടെ ശുകദേവ ഗോസ്വാമി ഭാഗവതത്തിൽ മത്ത് പറഞ്ഞിട്ട് നിർത്തിയപ്പോൾ ഓ സോറി ഞാൻ കേട്ടില്ല കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി എക്സ്ക്യൂസ് ചോദിച്ചു, മന്നിപ്പ് മോനെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദേഷ്യത്തിൽ ബ്രസ്റ്റ് മിൽക്കൊക്കെ എല്ലാം കൊടുത്തു. പിന്നെ മുഖത്തെങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, എത്ര ബ്യൂട്ടിഫുള്ളാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സഡന് ഓ ഞാൻ അടുപ്പിൽ
പാലൊക്കെ വെച്ചിരിക്കുന്നിട്ടാണ് അതെല്ലാം പൊങ്കി താഴെ വീഴുന്നു എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ട് ഇഷ്യെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടിയെ താഴെ വെച്ചു. കൃഷ്ണനെ താഴെ വെച്ചിട്ട് വേഗം ഓടി അങ്ങോട്ട്. അപ്പോൾ കൃഷ്ണന് വീണ്ടും ഇനിയും ദേഷ്യം വന്നു. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, വന്നില്ല. പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു, വന്നില്ല. പിന്നെ ഞാൻ റൂമിന് പുറത്ത് വന്ന് കരഞ്ഞു, അപ്പോഴും വന്നില്ല. പിന്നെ ഞാൻ വന്ന് മത്തി പിടിച്ച പിന്നെയാണ് നിങ്ങൾക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോധം തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് കുടിക്കുന്നപ്പോൾ താഴെ ഇട്ടിട്ട് പോകുന്നത് ഇത് നോട്ട് ആക്സെപ്റ്റബിൾ. എനിക്ക് ഞാൻ കൃഷ്ണനാണ് കേട്ടോ, അപ്പോൾ ഇത് നോട്ട് ആക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്തു ആ ദേഷ്യത്തിൽ. ശുക്രദേവ ഗോസ്വാമി വളരെ നന്നായിട്ട് പറയുന്നത് മിശ്ര അശ്രു പറഞ്ഞ ഫാൾസ് ടിയർസ്. അത് മലയാളത്തിൽ എങ്ങനെ പറയുന്ന അറിയില്ല എനിക്ക്. കണ്ണീര്, കപടമായിട്ടുള്ള കണ്ണീര് കിട്ടും. എനിക്ക് സങ്കടമാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു നിങ്ങളെന്ന് പറഞ്ഞിട്ട് കപടമായിട്ടുള്ള കണ്ണീരൊക്കെ ഇട്ടിട്ട് കല്ലെടുത്ത് ആ ഭരണി ഉടച്ചോ. ഇതാണ് ആവശ്യം നിനക്കാന്ന് പറഞ്ഞിട്ട് ഭരണി ഉടച്ചോ. ഭരണി ഉടച്ചപ്പോൾ അവിടുന്ന് ആ തൈരും ആ വെണ്ണയും ഒക്കെ താഴെ വീഴുന്നു. ചോദിച്ചു വലിയ ഡാമേജായി. എന്നുമാതിരി ഇങ്ങനെ നീങ്ങി പോയി. കുളം പോലെ അവിടെ ഫുള്ളായിട്ട് തൈരും ഇതെല്ലാം വന്നു. പിന്നെ കാലിലൊക്കെ പറ്റിയപ്പോൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി. പിന്നെ ഗോഡൗണിനകത്ത് പോയി. ഗോഡൗൺ എങ്ങനെ തുറന്നിട്ട് പതുക്കെ ഇങ്ങനെ മാറ്റി മൂടി ചെന്നിട്ട് എനിക്ക് വിശക്കുന്നത് നടുക്ക് നിൽക്കുന്നത് നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെണ്ണയൊക്കെ എടുത്തു. അപ്പോൾ ഉടനെ അസിസ്റ്റൻസ് എല്ലാവരും വന്നു. ഉടനെ കുരങ്ങളെല്ലാം വന്നു, മറ്റേ ഗോപന്മാരെല്ലാം വന്ന് എറ്റി. അവർക്ക് എങ്ങനെ അകത്ത് കയറണമെന്ന് എല്ലാവർക്കും അറിയും. ഇവിടെ കൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് അവർക്ക് പുറത്ത് നിൽക്കൊണ്ടിരിക്കുക. ഇവരെ ഇന്ന് ഗോഡൗൺ അകത്ത് കയറി നമ്മുടെ മാസ്റ്റർ, നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിഞ്ഞു. ഉടനെ എല്ലാവരും അകത്ത് വന്നു. പിന്നെ കൃഷ്ണനെ സഹായിച്ചു. കൃഷ്ണൻ അവിടെ ഇരിക്കുന്ന വണ്ണയെല്ലാം എടുത്തു, എല്ലാവർക്കും ദാനം കൊടുത്തു. ആ കുരങ്ങുകൾക്ക് ഫസ്റ്റ് കുരങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ച് വലിയ വീർത്ത വയറൊക്കെ അവർ പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഏപ്പം വിട്ടുകൊണ്ട് പിന്നെ ഗോപന്മാരെല്ലാം കഴിച്ചു. പിന്നെ അവസാനം കൃഷ്ണൻ ഇപ്പോൾ എനിക്ക് ഒരു പാട്ട് ഫുള്ളായിട്ട് എനിക്കാണെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് താഴെ ഇറങ്ങി ഉലുക എന്ന മുകളിൽ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. ഇവിടെ യശോദമായി കൃഷ്ണനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ പാലൊക്കെ ശരിയാക്കി അവിടെ എല്ലാം തുടച്ച് ക്ലീനാക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഇന്ന് നോക്കുന്നത്, ഭരണിയൊക്കെ ഉടഞ്ഞു, അതിനെ കല്ലിട്ടിരിക്കുന്ന ആരോ, എല്ലാം താഴായി, എല്ലാം വേസ്റ്റായി. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വെണ്ണ ഞാൻ കടഞ്ഞ് എൻ്റെ കൈയെടുത്ത് കടഞ്ഞ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതെല്ലാം നഷ്ടമായി. ദേഷ്യം ഈ പയ്യൻ ഇവരൊക്കെ പറയുന്ന പോലെ കറക്റ്റാണ്, ഇവർ പറയുന്നതെല്ലാം വാസ്തവമാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ അവരുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്തിരിക്കും, അപ്പോൾ അവർ പറയുന്നതെല്ലാം കറക്റ്റാ എന്ന് പറഞ്ഞിട്ട് ഉറപ്പായി. പക്ഷേ ഇത് ശരിപ്പെടുത്തണം, എനിക്ക് എൻ്റെ മകൻ ഇങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു റൗഡി പയ്യനെ പോലെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുച്ചിയെടുത്തു, ഒരു വടിയെടുത്തു. പിന്നെ ആ കയറൊക്കെ മുകളിലോട്ട് ഇട്ടു. പശു എടുത്തുകൊണ്ട് പോകുന്നവർ എല്ലാവരും ഈ വടി, ഒരു കുച്ചിയും ഒരു കയറും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടും എടുത്ത് മുകളിലിട്ടു. പിന്നെ ഫുഡ് സ്റ്റെപ്സ് നോക്കി, അവിടെ പ്രിൻറ്റ് കൃഷ്ണൻ്റെ തൈരും വെണ്ണയും ആ കാലിൻ്റെ ഫുഡ് സ്റ്റെപ്സൊക്കെ നോക്കി. അങ്ങനെ ഗോഡൗൺ അകത്ത് പോയി, അത് കണ്ടുകൊണ്ട് പോയി. അങ്ങനെ പതുക്കെ തുടങ്ങിയപ്പോൾ ഗോഡൗൺ ഫുള്ള് ധ്വംസം ചെയ്തിരിക്കുന്നു. എല്ലാം ഇടിച്ച് പൊളിച്ച് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്ലീൻ, എല്ലാം കഴിച്ചവിടെ കുരങ്ങളൊക്കെ ലാസ്റ്റ് ബിറ്റ് கொஞ்சம் നക്കിക്കൊണ്ടിരുന്നപ്പോൾ യശോദാമ്മ അകത്ത് വന്നപ്പോൾ എല്ലാം ഓടിപ്പോയപ്പോൾ യശോദാമ്മ പതുക്കെ അകത്ത് വന്നു. പിന്നെ അവിടെ നിന്ന് ജനലിൽ നിന്ന് കണ്ട അവിടെ ഇരുപ്പ് ഉലുക്കുകാരൻ്റെ മുകളിൽ ഇരുന്നിട്ട് കഴിക്കുന്നങ്ങനെ. ശുക്രദേവ ഗോസ്വാമി പറയുന്ന അവിടെ ഈ മോഷ്ടിച്ച ആളിൻ്റെ മുഖം എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കണ്ണിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പീസ്ഫുള്ളായിട്ടില്ല കഴിക്കുന്നപ്പോൾ. യശോദാമായി വരും എന്ന് പറഞ്ഞത് ദേഷ്യത്തിലല്ലേ ഇതെല്ലാം ചെയ്തത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ യശോദാമായി ഇവിടെ വരുമോ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ യശോദാമായി ബാക്കിലോട്ട് പതുക്കെ ഇങ്ങനെ വന്നു, കുച്ചി എടുത്തുകൊണ്ട്. എൻ്റെ മകനെ ഞാൻ പിടിച്ച് എനിക്ക് ഞാൻ നന്നായിട്ട് ദണ്ഡിക്കും എന്ന് പറഞ്ഞിട്ട് തീരുമാനം ചെയ്തു.
പക്ഷേ യശോദഭിയോലുകലാധവമാനം പരമൃഷ്ടമത്യന്ത തോതൃത്യഭൂപ്യ. ആ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ നിന്ന് ആ ചെട്ടിപ്പാനയൊക്കെ വിസിരി എറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുതിച്ചു താഴെ. ഭയങ്കര പേടി. അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ചോണ്ട് ഓടാൻ തുടങ്ങി. ലാധവമാനം ഓടാൻ തുടങ്ങി. അവിടെ നിന്ന് ചെറിയ പയ്യന്, ചെറിയ സ്റ്റെപ്സാണ്, കിരികിരിന്ന് ഓടിക്കൊണ്ടേയിരുന്നു. മകരകുണ്ടലമൊക്കെ ഒന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. മുകളിലോട്ട് ആ മുടിയെല്ലാം ഇങ്ങനെ കർലി ആയിട്ട് കേളായിട്ടിരിക്കുന്നതെല്ലാം ആടിക്കൊണ്ടിരിക്കുന്നു. ഓടിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്തെന്നറിയോ കൃഷ്ണന്? ആചാര്യന്മാർ പറയുന്നത് ഇത് വീട്ടിനകത്താണ് നടക്കുന്നത്. വീട്ടിന് അന്തർജനം എന്ന് പറഞ്ഞാൽ അവരുടെ ഇരിക്കുന്ന സ്ഥലം, സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം അകത്താണ്. അതിന് പുറത്ത് ഇനിയൊരു സ്ഥലമുണ്ട്. മെയിൽ മെമ്പേഴ്സ് ആണുങ്ങളൊക്കെ അവിടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പുറത്ത്. പിന്നെ നടക്കുന്നത് പുറത്തിരിക്കുന്ന സ്ഥലത്തിലെയാണ്. ഈ ഗോഡൗണും അവിടെ കഴിച്ചിട്ട് അവിടെ കുറങ്ങളൊക്കെ വരുന്നില്ല. സ്ത്രീകൾ പുറത്ത് പോവില്ല. അപ്പോൾ കൃഷ്ണൻ ഉടനെ മനസ്സിലായി, ഞാൻ പുറത്ത് പോയാൽ അമ്മ വരില്ല, എൻ്റെ പേര് വരാൻ സാധിക്കില്ല, അന്തർജനമല്ലേ, അവിടെയൊക്കെ പുറത്താരും വരില്ല. അങ്ങനെ സ്ത്രീകളൊക്കെ വന്നിട്ട് ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ഓടി. എവിടെ? പുറത്തോടി. അമ്മ എൻ്റെ ബാഗിൽ വരില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ യശോദാമ്മ അത് കണ്ടിട്ട് അങ്ങനെയാണോ ഞാൻ പുറത്ത് വരുന്നത് പറഞ്ഞിട്ട് പുറത്തോടി. യശോദാമ്മയും പുറത്തോടിയല്ല. അപ്പോൾ പുറത്തോടിയപ്പോൾ ഇങ്ങനെ അമ്മേ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണന് കത്താൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ കേട്ടു. അവിടെ നിന്ന് ഗോപികളെല്ലാം ഹേയ് എന്തോ നടക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ജോലികളൊക്കെ നിർത്തി പുറത്തേ വന്നു. എല്ലാവരും പിടിച്ചു. യശോദാമ്മയും അവസാനം പിടിച്ചു. എന്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ മോഷ്ടിച്ചിരിക്കുന്നു ഇയാൾ. കാരണം അവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഇതാണ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയില്ലേ, അവസാനം പിടിച്ചു. ലാസ്റ്റ് സീനാണ് അതെന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം ഈ ഡ്രാമ നടന്നുകൊണ്ടിരുന്നു ഞങ്ങളുടെ വീട്ടിലെല്ലാം. ഇപ്പോൾ യശോദാമ്മയെ തന്നെ പിടിച്ചു വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം ചിരിക്കുന്നപ്പോൾ അവരെല്ലാം കണ്ടിട്ട് കൃഷ്ണന് ഇനിയും കൂടുതൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഓടി. അപ്പോൾ ചില ആചാര്യന്മാർ പറയുന്നത് സ്ട്രെയിറ്റായിട്ട് പോയാൽ അമ്മ ഈസി ആയിട്ട് പിടിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു കൃഷ്ണൻ. വലിയ ഹെവി ബോഡിയാണ് യശോദാമ്മ, അത്ര വേഗം ഡയറക്ഷനെ മാറ്റി അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു പോയി. പക്ഷേ യശോദാമ്മയും വളഞ്ഞ് തിരിഞ്ഞ് പിടിച്ചു അദ്ദേഹത്തിന്. അത് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. അവിടെ തിരിച്ചെറിഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഇന്ന ഡെഫിനറ്റായിട്ട് ഞാൻ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ ആൾക്കാരൊക്കെ പറഞ്ഞ് തമാശ നോക്കാൻ എല്ലാവരും വന്നു അവിടെ നിന്ന്. ഹേയ് കണ്ടു, അവരെല്ലാം രസിച്ച് കണ്ടു. അവർ കൃഷ്ണൻ അങ്ങനെ ഓടുന്നു. യശോദാമ്മയെ പിടിച്ചു. അവസാനം പിടിച്ച് നിർത്തി അവിടെ. അപ്പോൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ അടിക്കരുതാ എന്ന് പറഞ്ഞ് പോയപ്പോൾ യശോദാമ്മയെ ആ കുച്ചി അങ്ങോട്ട് ഇട്ടു. ഞാനൊന്നും ചെയ്യില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്ന പ്രശ്നങ്ങളുടെ ഉത്തരം തരണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചു. കഴുത്തിൽ ഇങ്ങനെ കൈവച്ചു എന്ന് പറഞ്ഞിട്ട് പിടിക്കുമ്പോൾ കണ്ണിങ്ങനെ ചിമിട്ടിക്കൊണ്ടിരുന്നു. അഴാൻ തുടങ്ങി, കണ്ണീര് വന്നു. കുന്തി ദേവി ഇതിനെക്കുറിച്ച് പറയുന്നത് ഗോപ്യാദേ ത്വയി കൃതാഗസി ധാമധാഭാത്യാതേ ദശാശ്രു കലിലഞ്ജന സംഭ്രമക്ഷം വക്ത്രം നിനീയ ഭയഭാവനായ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരപീയത് പിബേതി. കുന്തി സ്തുതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ അവിടെ കണ്ടിട്ട് പറയുന്ന ദ്വാരകയിൽ സാമാം വിമോഹയതി ഭീരപീയത് പിബേതി. എനിക്കിത് മനസ്സിലാവുന്നില്ല. എങ്ങനെ? ഭീരപി ബിബേതി, ഭയം തന്നെ കൃഷ്ണനെ കണ്ടിട്ട് ഭയപ്പെടുന്ന ആ ഭയം, അങ്ങനെ ഉണ്ടാക്കുന്ന ഭയം കൃഷ്ണന്. എങ്ങനെ യശോദാമ്മയെ കണ്ടിട്ട് ഭയം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭീരപി വക്ത്രം നിനീയ ഭയഭാവനായ സ്ഥിതസ്യ, മുഖം ഇങ്ങനെ കുടിഞ്ഞിരിക്കുകയാണ്. ഭയഭാവന. എങ്ങനെ ഭഗവാൻ എന്തിനാ ഭയം എന്നെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു. കൈ എങ്ങനെ പിടിച്ചുകൊണ്ട് ആരാണ് ആ ഭരണി വെണ്ണ പിന്നെ ആ തൈരൊക്കെ ഉടച്ചത് ആരാണെന്ന് ചോദിച്ചു.
ഞാൻ ഓരോരോ പ്രശ്നം ചോദിക്കുന്നത് നീ ഉത്തരം തന്നാൽ മതി എന്ന് പറഞ്ഞു. എല്ലാവരും കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് അവിടെ ചുറ്റി. യശോദമൈന ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ആരും അടുത്ത് വരുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആരാണത് ഭരണി ഉടച്ചതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എന്നാ ചോദിക്കുന്നത്? ഭരണി ഞാൻ ഉടച്ചത്? ഭരണി എന്തെങ്കിലും ഒന്നും സംബന്ധമില്ല. നിങ്ങളല്ലേ ഭരണി വെച്ചുകൊണ്ട് അവിടെ എണ്ണയൊക്കെ കടയുന്ന ദിവസം. എനിക്കും ഭരണി ഒരു വിധമായിട്ടുള്ള സംബന്ധമില്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നത് ആരാണ് അത് ഉടച്ചത്? കല്ല് അറിഞ്ഞ് അത് ആരാണ് ഉടച്ചതെന്ന് ചോദിച്ചപ്പോൾ കല്ലിലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഞാൻ പാല് കുടിക്കുന്നപ്പോൾ എന്നെ താഴെ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് വെച്ചല്ലേ, അപ്പോൾ ഓടിപ്പോയല്ലേ. ഓടുന്നപ്പോൾ നിങ്ങളുടെ കൊലുസുണ്ടല്ലേ, എത്ര വലിയ കൊലുസ്, അത് ഇടിച്ചു ഭരണിയിൽ. ഞാൻ കണ്ടു, പിന്നെ ഭരണി ഉടഞ്ഞു. അതായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. കണ്ട എൻ്റെ പ്രിൻസൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കും ഭരണിയും ഒരു ഇതൊരു സംബന്ധമില്ല എന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ അങ്ങനെ പറയുന്നപ്പോൾ അമ്മേനെ വീണ്ടും ഒരു സമയം കറക്റ്റായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ കൊലുസ് ഒരു ഹെവി വെയിറ്റ് കൊലുസാണ്, ഞാനും ഹെവി ബോഡീഡാണ്. കൃഷ്ണൻ്റെ കൊലുസ് പോലെയല്ല ചെറിയതായിട്ട്, ചെറിയ കാലില്ല, ചെറിയ കൊലുസ്. എൻ്റെ കൊലുസ് ഹെവിയാണ്. അത് ഇടിച്ചിരുന്നെങ്കിൽ ഭരണി ഉടയും. അതായിരിക്കും നിങ്ങളാണ് ഉടച്ചത്, പിന്നെ എൻ്റെ മുകളിൽ പഴി ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. പിന്നെ അടുത്ത് ശരി ഗോഡൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുരങ്ങൾക്കൊക്കെ വെണ്ണ ആരാ കൊടുത്തത്? അതെനിക്ക് എന്താ അറിയും? കുരങ്ങൾ സൃഷ്ടി ചെയ്തതായിരിക്കും, അദ്ദേഹമായിരിക്കും കൊടുത്തത്. എൻ്റെ അടുത്ത് എന്തിനാണ് ചോദിക്കുന്നത് ചോദിച്ചു. എൻ്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നു? കുരങ്ങളെ സൃഷ്ടി ചെയ്ത ആളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കൂ. അത് ഇതേ തന്നെ. അപ്പോൾ ഒരു വിധമായിട്ട് വാസ്തവം സത്യം പറയുന്നത്, ഇനിയൊരു വിധമായിട്ട് ഡൗട്ട്ഫുള്ളായിട്ട് പറയുന്നത്, അമ്മയെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുരങ്ങുകളെ സൃഷ്ടി ചെയ്ത ആളിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കൂ. അദ്ദേഹം പറഞ്ഞതല്ലേ നിങ്ങൾക്ക്? എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, രാമായണം നടക്കുന്നപ്പോൾ ആ കുരങ്ങുകളെല്ലാം ഭഗവാന് വലിയൊരു സഹായം ചെയ്തു. സേനയിൽ സീതാവ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തു. അവരെല്ലാവരും വലിയ സഹായം ചെയ്തു. അപ്പോൾ രാമചന്ദ്ര അപ്പോൾ പറഞ്ഞു, ഞാൻ ഭാവിയിൽ കൃഷ്ണനായിട്ട് വരും, അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ പലതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം, അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ അവർ വൃന്ദാവനത്തിൽ ഈ കുരങ്ങുകൾ വന്നു. അപ്പോൾ കൃഷ്ണന് വെണ്ണ മോഷിപ്പോൾ എപ്പോഴും കൃഷ്ണന് കൂടെ ഉണ്ടായിരുന്ന ഈ കുരങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും അതാണ് എപ്പോഴും വെണ്ണ കൊടുത്തു കൃഷ്ണൻ. എന്നെ രാമായണത്തിൽ രാവണൻ്റെ മുകളിൽ ഞാൻ ആക്രമണം ചെയ്യുന്നപ്പോൾ എന്നെ സഹായിച്ച ഈ സേനയിലിരിക്കുന്ന വാനരന്മാരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ കൃഷ്ണലീലയിൽ സ്പെഷ്യലായിട്ട് കൈയെടുത്ത് വെണ്ണ കൊടുത്തു. അതാണ് ഇപ്പോൾ പറയുന്നത്, അവർ സൃഷ്ടി ചെയ്ത ആളുടെ അടുത്ത് ചെന്ന് ചോദിക്കൂ എന്നാന്ന് പറഞ്ഞിട്ട്. പിന്നെ യശോദാമയിനെ കൺഫ്യൂസായി. പയ്യൻ ഒരു മേ ബി കറക്റ്റാണ് പറയുന്നതെല്ലാം. ഒരു സമയം അദ്ദേഹം പറയുന്നത് കറക്റ്റായത്, ഇല്ല എനിക്ക് ഡൗട്ടില്ല, വീട്ടിൽ തന്നെ ചെയ്യും. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു വീട്ടിൽ, മറ്റേ ആൾക്കാരൊക്കെ പോയില്ലേ അത് യാഗത്തിന് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിലും ഞാനായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളായിരിക്കണം, ഇല്ലെങ്കിൽ ആ കുരങ്ങളായിരിക്കണം. ആ കുരങ്ങളിന് ഈ ധൈര്യമില്ല എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യാൻ. ഐദർ ഇറ്റ് ഈസ് മീ ഓർ ഇറ്റ് ഈസ് യു. നീയാണോ ചെയ്തിരിക്കുന്നത്, നീ ഭയങ്കര സാമർഥ്യമായിട്ട് സംസാരിക്കുന്നത്, അപ്പോൾ ഞാൻ കണക്കാക്കില്ല, ഇന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ദണ്ഡന കൊടുക്കാതെ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കയറെടുത്ത് വാ ഇവിടെ ഈ ഉരലിൻ്റെ മുകളിൽ ഇരുന്നിട്ടല്ലേ കുതിച്ച് ഇവിടുന്ന് അതിനെ തന്നെ കെട്ടിയിടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റുള്ള ആൾക്ക് യശോദ ഒന്ന് വിടേ, അയാളെ പയ്യനാണ് എന്ന് പറഞ്ഞ് അവരുടെ പറയാൻ തുടങ്ങി മറ്റു ഗോപികളെല്ലാം. ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും, ഇവനെ ഡിസിപ്ലിൻ ചെയ്യണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് കെട്ടാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ്റെ പലവിധമായിട്ട് പരാശയ ശക്തി വിവിധൈവ ശ്രൂയത്തെ, ഭഗവാന് വിധവിധമായിട്ടുള്ള ശക്തികളാണ്. അതിനെ ചിത് ശക്തി, ലീലാശക്തി, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ശക്തികളാണ്. ആ ശക്തികളിൽ ഭഗവാന് അനുമതി കൊടുക്കാതെ അവർ ആക്ട് ചെയ്യില്ല. ഭഗവാൻ വിചാരിച്ചു ശരി എന്നെ കെട്ടാൻ സാധിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിചാരിച്ചു അനുമതിയില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടാൻ സാധിച്ചില്ല. യശോദമയിനെ
കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ 2 വിരൽ ഷോർട്ടായിരുന്നു അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ വീണ്ടും ഇനിയൊരു ഗോപിനെടുത്ത് ആ കയറ് എന്ന് പറഞ്ഞിട്ട് തോളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കയറിനെടുത്ത് ഇവിടെ ജോയിൻ ചെയ്ത് വീണ്ടും ഇട്ടു. വീണ്ടും 2 വിരൽ ഷോർട്ട്. ആശ്ചര്യമായിട്ട് അതെങ്ങനെ ഞാൻ ഇപ്പോഴും 2 ജോയിൻറ്റ് ചെയ്തില്ലേ, വീണ്ടും 2 വിരൽ ഷോർട്ടായിട്ട് വന്നു. പിന്നെ ഓരോരോ സ്ഥലത്തു നിന്നും വീട്ടിലിരുന്ന് എടുത്തുകൊണ്ട് പോകാൻ കയറെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറഞ്ഞു. ചില ആചാര്യന്മാർ പറഞ്ഞു ഒരു വലിയ ഉരുണ്ട കയറ് എടുത്തുകൊണ്ട് വന്നു യശോദാമയിനെ വേണ്ടിയിട്ട്. അത് എല്ലാം ചേർന്നിട്ട് ചുറ്റി 2 വിരൽ ഷോർട്ടായിരുന്നു വീണ്ടും. അപ്പോൾ യശോദാമയിന്ന് മനസ്സിലായില്ല അത് എങ്ങനെ ഇതാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പല മണിക്കൂർ ചേർന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, ഒന്നും ചെയ്യാതെ. പിന്നെ അവസാനം സ്വമാതു സുന്നഗാത്രായ, മാതു എന്ന് പറഞ്ഞാൽ അമ്മയെ, മാതാ, സുന്നഗാത്രായ എന്ന് പറഞ്ഞാൽ വേർക്കുന്ന ഇരിക്കുന്ന ഉടുപ്പെല്ലാം വെട്ടായി, വേർപ്പ്, മുടി തലയെല്ലാം അങ്ങനെ കളഞ്ഞു. അതിന് മുകളിലിരിക്കുന്ന ആ പൂക്കളൊക്കെ താഴെ വീഴുന്നു. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആര്? യശോദാമയി. ഇത് എങ്ങനെയെങ്കിലും കെട്ടണമെന്ന് പറഞ്ഞു, പക്ഷെ സാധിക്കുന്നില്ല. അത് കണ്ട് ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ, പരിശ്രമം, എൻ്റെ അമ്മ ഇങ്ങനെ പരിശ്രമം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടു. ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ സ്വഭാന്തനെ, അതായത് എന്നെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള അനുമതം കൊടുത്തു. അപ്പോഴാണ് കെട്ടാൻ സാധിച്ചത് ഭഗവാൻ. അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഭഗവാനെ സേവിക്കുന്നപ്പോൾ ആ കാര്യം സഫലമാവാൻ വേണ്ടിയിട്ട് 2 വിരലുടെ കാരണങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ ശ്രമിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വർക്ക്. രണ്ടാമത്തത് ഭഗവാനുടെ അനുഗ്രഹം. ഇത് 2ഉം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ 2 വിരലിൻ്റെ തത്വമാണ്. അപ്പോൾ യശോദാമയിൻ്റെ ശ്രമ അത് കണ്ടിട്ട് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. ഡിവോഷണൽ സർവീസ് അത് നമ്മൾ ചെയ്യുന്നപ്പോൾ ഭഗവാനുടെ അനുഗ്രഹം ഉണ്ടാവണം, നമ്മളും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഭഗവാനുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്, അത് തന്നെ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളുടെ സൈഡിലിരുന്ന് നിങ്ങൾ ശ്രമം അതിന് ഉണ്ടാക്കണം. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ഒരു സ്ഥലത്തിൽ ലെക്ചറൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നപ്പോൾ എല്ലാവരും പ്രഭുപാദിനെ ആഗ്രഹം ആവശ്യമാണെന്ന് പറഞ്ഞ് നമസ്കരിച്ചു, എല്ലാം ചെയ്തു. പ്രഭുപാദ് കാറിനകത്ത് കയറിയപ്പോൾ അവിടെ നിന്ന് മുകളിലൊരുന്ന് ഒരാൾ പ്രഭുപാദ് സേവ് മീ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേ വന്നു വലിയതായിട്ട്. എല്ലാവരും നിന്ന് നോക്കി, ആരാണ് ഈ മൂടൻ എന്ന് പറഞ്ഞിട്ട് പ്രാന്തൻ ഇത്ര വലിയതായിട്ട് കഴിഞ്ഞു. പ്രഭുപാദ് സേവ് മീ എന്ന് ഓടി വന്നോടെ പ്രഭുപാദിനെ ആ വിൻഡോൻ്റെ ഗ്ലാസ് താഴെ ആക്കി പ്രഭുപാദ് സേവ് മീ എന്ന് പറഞ്ഞു. ഐ ക്യാൻ സേവ് യു ബട്ട് യു മസ്റ്റ് ഡു ദ വർക്ക് എന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറ്റി ഗ്ലാസ്. ഞാൻ രക്ഷിക്കാം, പക്ഷെ കാര്യം നീ ചെയ്തതാണ്, കാര്യം നീ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ശ്രമ നിങ്ങളുടെ സൈഡിൽ ഉണ്ടാവണം. പിന്നെ എൻ്റെ അനുഗ്രഹം പണി ചെയ്യും. ഇഫ് യു ഡോണ്ട് വർക്ക് മൈ മർസി വിൽ നോട്ട് വർക്ക്. 16 റൗണ്ട് ജപിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ 16 റൗണ്ട് ജയിക്കണം. എസ്പെഷ്യലി ഇനിഷ്യേഷൻ എടുത്ത ഡിവോട്ടീസ് അവർ ഡെഫിനറ്റായിട്ട് 16 റൗണ്ട് കാലിലും കൂടുതൽ ജപിക്കണം. അത് കുഴപ്പമില്ല, എല്ലാം ഭഗവാനുടെ അനുഗ്രഹമാണ്. എനിക്ക് ഗുരുനാഥനുടെ ആശീർവാദം ഓൾറെഡി കിട്ടി, എൻ്റെ പേര് മാറ്റി, ഞാൻ ഇനിഷ്യേറ്റഡ് ആണ്. അതായത് കൊണ്ട് ഇപ്പോഴും നമ്മൾ 16 റൗണ്ട് ഒന്നും ജയിക്കണ്ട, അനുഗ്രഹം കിട്ടി പിന്നെ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? കിട്ടില്ല. യു വിൽ നോട്ട് ഗെറ്റ് മെർസി. ഭക്തനാവില്ല നിങ്ങൾ. ഇതെല്ലാം കറക്റ്റാണ്. അതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. പിന്നെ ഇങ്ങനെ വിട്ടിട്ട് പോയി, എല്ലാവരും ചിരിച്ചുകൊണ്ട് പോയി. അവസാനം കെട്ടിക്കഴിഞ്ഞു യശോദാമയി. ഇവിടെ നിന്ന് ഒരു അനക്കം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റേ ഗോപന്മാരെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും സഹായിച്ച് ചെയ്താൽ നിങ്ങളിങ്ങനെ കെട്ടിയിടുമെന്ന് പറഞ്ഞു. എല്ലാവരും പോയി പേടിച്ചുകൊണ്ട്. നമ്മുടെ ഹീറോ, നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞത് അവർക്ക് സങ്കടമാണ്.
പക്ഷെ അവരൊക്കെ പോയ പിന്നെ കൃഷ്ണൻ എല്ലാവരെയും പിടിച്ചുകൂടെ മാടാന്ന് പറഞ്ഞു, തിരിച്ചു വന്നു പറഞ്ഞു. എന്തിനാ മൂഢന്മാർ? അവരെല്ലാം ഇവിടെ ഇരിക്കുന്നപ്പോൾ നിങ്ങൾ അവർ വീട്ടിൽ ചെന്നെങ്കിൽ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഇടയിലെല്ലാം എടുക്കാൻ പറ്റുമല്ലോ. ഇവിടെ കൂട്ടം അവരെ എല്ലാവരും ചേർന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വെണ്ണ എടുത്തുകൊണ്ട് വരണ്ടേ? എന്താ ഫൂളിഷ് ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോ എന്ന് പറഞ്ഞു. അവരെല്ലാം വളരെ ബിസിയാണ് ഈ സ്ഥലത്തിൽ. എവിടെ യാഗത്തിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടിലാരും ഇല്ല. അതുമില്ലാതെ വീട്ടിലെ പലഹാരമൊക്കെ ഉണ്ടാവും നാളെ യാഗത്തിന് വേണ്ടിയിട്ട്. അതെല്ലാം എടുത്തുകൊണ്ട് വാ, വെണ്ണ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അഴിച്ചു. അങ്ങനെ ഉരല്ല കെട്ടിക്കൊണ്ടിരുന്ന് വീണ്ടും അഴിച്ചാൽ. എന്നിട്ട് വലിയ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാ സ്ത്രീകളും വീട്ടിൽ പോയി ചെന്നിട്ട് ബിസിയായി. പക്ഷേ ഇവരെല്ലാം വീണ്ടും വന്നിട്ട് കഴിച്ചു. വെണ്ണയൊക്കെ മോഷ്ടിച്ചത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടിരുന്നു. ഒരിക്കലും നമ്മൾ ഇത് നിർത്തില്ല ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന് മീറ്റിംഗ് ഇട്ടിട്ട് പറഞ്ഞ അവരടുത്ത്. അപ്പോൾ പിന്നെ അവരെ പറഞ്ഞു, നിങ്ങളെല്ലാം വീട്ടിൽ പോകും, ഇപ്പോൾ സമയമായി നിങ്ങൾക്ക്. എനിക്ക് ഇനി വേറൊരു ലീല ചെയ്യാനുണ്ട്. അപ്പം ചില പേര് മാത്രം, ചില ഗോപ്പന്മാർ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോപ്പന്മാർ മാത്രം ഇരുന്നു. ചില പേര് ഞാൻ കെട്ട് അഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, തുടരുത്, അതിന് ഡോണ്ട് ടച്ച് ഇറ്റ്. കൃഷ്ണൻ ദേഷ്യം വന്നു. ഞാൻ അഴിച്ചു തരാം, ഞാൻ ഡോണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ ഒരു ഭക്തിബദ്ധം, വലിയ സ്നേഹത്തോടെ എൻ്റെ അമ്മ ചെയ്തിരിക്കുന്ന ആ കെട്ട് അത് ഞാൻ എടുക്കില്ല, നിങ്ങളും എടുക്കാൻ പാടില്ല. കൃഷ്ണനത് തൊട്ടില്ല, തൊടാതെ ഇരുന്നു. വേണമെങ്കിൽ എടുക്കാം, സർവശക്തിമാനല്ലേ. ഇപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിച്ചപ്പോൾ ശക്തി, ഭഗവാന്റെ ശക്തിയും അനുഗ്രഹം ആവശ്യമായിരുന്നു. അതേപോലെ ഭഗവാൻ സർവൻ ശക്തിമാൻ എന്ന് പറഞ്ഞത് ആ മുടി എടുക്കാമല്ലോ, എടുത്തില്ല. ഭഗവാൻ അത് എടുത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ കെട്ടിയിരിക്കുകയാണ്, ഭക്തിയോടെ കെട്ടിയിരിക്കുകയാണ്, ഭക്തിബദ്ധം. അതാണ് ഈ കാര്യത്തിൽ എല്ലാം ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യമാണ്. ആധ്യാത്മം, ആത്മീയമായിട്ടുള്ള വസ്തുക്കളാണ് അതെല്ലാം. ഭഗവാനെ കെട്ടിയ കയറും ആ മത്തും എല്ലാം ആത്മീയമായിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരെല്ലാം ഈ ലീലയിൽ പങ്കെടുത്തു. അതാണ് പൂക്കളെല്ലാം കടയുന്നപ്പോൾ പൂക്കളെല്ലാം വിചാരിച്ചു, നമുക്ക് യശോദാമയിൻ്റെ ശിരസിൽ ഇരിക്കാൻ യോഗ്യതയില്ല. അവിടുന്ന് താഴെ വീഴുന്നു, പാദത്തിൽ വീഴുന്നു അവരെല്ലാം. നമുക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല. യശോദാമയി വലിയ ഡിവോട്ടിയാണ്. അതിൻ്റെ മുകളിൽ തലയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരെല്ലാം താഴെ വീഴുന്നു. അതേപോലെ പാല്, അടുപ്പിലിരിക്കുന്ന പാല് തിളച്ച് ബോയിലായി പൊങ്കി താഴെ വീഴുന്നു. ആത്മഹത്യ ചെയ്തു ആ പാല് എന്ന് പറയുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പോൾ യശോദാമയിൻ്റെ പാല് കുടിക്കാൻ തുടങ്ങിയില്ലേ കൃഷ്ണനെ. അപ്പം നമ്മളെന്തിനാ ജീവിക്കുന്നത്? നമ്മൾ കഴിക്കില്ല. നമുക്ക് ആ സന്ദർഭം പോയി. അപ്പം നമ്മൾ ആത്മഹത്യം ചെയ്താണ് ബെറ്റർ എന്ന് പൊങ്കി താഴെ അടുപ്പിൽ ആ തീയിൽ വീഴുന്നു. അവരെല്ലാവരും സൂസൈഡ് ചെയ്തു. പാല് എന്താണെന്ന് പറഞ്ഞാൽ എവ്രിബഡി ഈസ് കോൺഷ്യസ്. പാലും കോൺഷ്യസ്, മത്തം കോൺഷ്യസ്, കയറും കോൺഷ്യസ്. അതാണ് ആ ദാമോദര ശതകത്തിലെ ആ ദാമം, ആ കയറിന് സ്പെഷ്യൽ പ്രാർത്ഥന ചെയ്യുന്നു. ആ കയറിന് നിങ്ങൾ എത്ര വലിയ ഭാഗ്യശാലിയാണ്. ആ പരമദിവ്യോത്തമ പുരുഷൻ്റെ വയറിൽ കെട്ടിയിട്ടുണ്ടല്ലേ നിങ്ങളെ. അപ്പോൾ എന്ത് വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ പൂജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കാരം ചെയ്യുന്നു ആ കയറെ. എല്ലാവരും അതിന് വ്യക്തികളാണ് അവിടെ പങ്കെടുക്കുന്നില്ല. സോ ആ ഉരുളൻ ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ തനിച്ച് മാനേജ് ചെയ്തോളാം, നിങ്ങളെല്ലാം വീട്ടിൽ പോകും, അല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങോട്ട് വരും, നിങ്ങളെ തേടിക്കൊണ്ട് വരും, നിങ്ങൾ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഉരുട്ടിയത്. ആ ഉരുള ഉരുട്ടി പോയി. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയ ഭക്തൻ നാരദമുനി ശപിച്ചിരിക്കുന്നു. കുബേരൻ്റെ 2 മകൻ നലക്കുബേര മണിഗ്രീവ, അവർ രണ്ടും മരമായിട്ട് മാറി അവിടെ നന്ദമഹാരാജൻ്റെ കമ്പൗണ്ടകത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൃഷ്ണന് വേണ്ടിയിട്ട്. ഈ ലീല കൃഷ്ണനെ ആ ഉരുളിൽ ചെന്നിട്ട് ആ 2 ചെടീന് നകത്ത് ഇട്ടു. പിന്നെ ഒരു ഇഴു ഇഴുത്തു.
ഇഴുത്തപ്പോൾ ആ 2 വലിയ മരങ്ങൾ താഴെ വീഴുന്നു. പല ആയിരക്കണക്കാന വർഷങ്ങളിൽ അവർ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത്ര വലിയ ഡയമീറ്ററാണ് അതിൻ്റെ ഓരോരോ മരത്തിന്. ആ 2ഉം താഴെ വലിയ ശബ്ദം താഴെ വീഴും. അതിന് മുമ്പ് നന്ദ മഹാരാജ് ഉണ്ടായിരുന്നില്ല ഇത് നടക്കുന്നപ്പോൾ. നന്ദ മഹാരാജ് വേറെ എവിടെയോ അദ്ദേഹത്തിൻ്റെ അനിയനെ കാണാൻ പോയി. ബലരാമനും പോയി. രോഹിണി ബലരാമൻ്റെ അമ്മയും 2 പേരും ചേർന്നിട്ട് വേറെ എവിടെയോ സ്ഥലത്തിൽ പോയി. ഇതെല്ലാം നടക്കുന്നപ്പോൾ നന്ദ മഹാരാജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്ദ മഹാരാജ് വന്നിട്ട് എന്ത് എല്ലാവരും ഒരുമാതിരി ഉണ്ട് ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നപ്പോൾ രോഹിണി വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം സംഭവിച്ചു. അപ്പോൾ നന്ദ മഹാരാജിന് ദേഷ്യം വന്നു. എന്തിനാ കെട്ടിയിട്ടത് കൃഷ്ണനെ? ഇങ്ങനെ ഒരിക്കലും തണ്ടിച്ചില്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യം വന്നു യശോദാമ്മയുടെ മുകളിൽ. പിന്നെ അങ്ങനെയൊക്കെ വിചാരിക്കരുതെന്ന് പറഞ്ഞു രോഹിണി. യശോദ വലിയ ഉദാസമായിട്ടുണ്ട്. യശോദ കാലത്ത് നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദ മഹാരാജ് പതുക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയതായിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു. വലിയ സഭ്യതകളുടെ വലിയ കൾച്ചറുള്ള ആൾക്കാരിലൊക്കെ അപ്പോൾ ചെറിയതായിട്ട് ദേഷ്യം കാണിച്ചു യശോദൻ്റെ മുകളിൽ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം വന്നു. എന്താണ് ആ ശബ്ദം എന്ന് പറഞ്ഞിട്ട് വെളിയെ പുറത്തോടി. കണ്ട 2 വലിയ മരങ്ങളുടെ നടുവിലെ കൃഷ്ണൻ അവിടെ. ഹ്യൂജ് ട്രീസ്, ഓരോന്നും ഡയമീറ്റർ ഹൈറ്റ് ഉണ്ടാവും, ഹൈറ്റിന് കാലം കൂടുതൽ. അതിനകത്ത് ചെറിയ കൃഷ്ണൻ, ഒരു സ്മോൾ കൃഷ്ണൻ അവിടെ ഇരുന്നാൽ അത് ഊരെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദ മഹാരാജനെ കണ്ടപ്പോൾ ഒഷ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടി ചെന്നിട്ട് കൃഷ്ണനെ ഇടിച്ചു. ആരിത് ചെയ്തിട്ടുണ്ട്, ആരും നിന്ന് കെട്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആരും ഉണ്ടാകുന്നു. ഞാൻ ചോദിച്ചത് ആരാണ് കെട്ടിയെന്ന് പറഞ്ഞ് ഇത് കെട്ടെടുത്തു. നന്ദ മഹാരാജ് കെട്ടെടുത്ത് കൃഷ്ണൻ തരുമ്പോൾ കൃഷ്ണന് ഇവിടെ വന്നപ്പോൾ പതുക്കെ കാലിനോ ചെന്നിട്ട് അമ്മയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാതിനകത്ത് പറഞ്ഞു നന്ദ മഹാരാജിനകത്ത്. എല്ലാവരും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ചെയ്തത് അമ്മയാണ് ചെയ്തത്. അപ്പോൾ ഇത് പറ്റി എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല. അയ്യോ മോനെ എന്ന് പറഞ്ഞിട്ട് വലിയ സങ്കടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ബലരാമൻ വന്നു. ബലരാമനെയും കൂട്ടിക്കൊണ്ടുപോയി. നന്ദ മഹാരാജ് 2 പേരും കൂട്ടിക്കൊണ്ട് പുറത്ത് പോയി. പുറത്ത് ചെന്നിട്ട് ഫസ്റ്റ് ഈ ബ്രാഹ്മണന്മാരെല്ലാം വിളിച്ചു. എന്തോ ഇവിടെ അപശകുനമാണ്, ശകുനം ശരിയില്ല. ഇവർ 2 പേരും കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് യമുനാ നദിയിൽ കുളിപ്പിച്ചു. നന്ദ മഹാരാജും കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് പിന്നെ അവർ 2 പേരും ഇങ്ങനെ നിൽക്കുക. ധോത്തി കീർത്തിയെല്ലാം ചെറിയതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ ദൃഷ്ടിപരിഹാരം ചെയ്തു. സ്പെഷ്യലായിട്ട് പഞ്ചഗവ്യമൊക്കെ ഇട്ട് ചാണകവും ഗോമൂത്രവും അതും പാലും തൈരുമൊക്കെ മുകളിലോട്ട് ഇട്ട് സ്പെഷ്യലായിട്ട് ആരത്തിയൊക്കെ കാണിച്ചു. അവർക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥന ചെയ്തു. ആ ബ്രാഹ്മണന്മാർ ശ്ലോകമൊക്കെ പറഞ്ഞു. ഇവർ 2 പേരും അങ്ങനെ ഈരം അങ്ങനെ നിന്നു കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദ മഹാരാജ് അവരെ തുടച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഗോശാലയിൽ ചെന്നിട്ട് അമ്മയുടെ പാലിപ്പോൾ കിട്ടില്ലല്ലോ, അമ്മ ദേഷ്യത്തിലാണ്, ഇയാൾക്കും ദേഷ്യമാണ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് പശുവിനടുത്ത് പാലെടുത്തുകൊണ്ട് വന്നു. ഫ്ലേവേർഡ് മിൽക്ക്, അതിന് നല്ല ശർക്കരയൊക്കെ ഇട്ടിട്ട് ബലരാമനും കൃഷ്ണനും കൊടുത്തു. കൃഷ്ണൻ അങ്ങനെ കടകടന്ന് എല്ലാം കുടിച്ചു. പാല് ഫുള്ളായിട്ട് കുടിച്ച് ഒരുമാതിരി ഇതായി. സ്വീറ്റ് എല്ലാം കുടിച്ചു. എല്ലാം കൊടുത്തപ്പോൾ ഒരുമാതിരിയായി. പിന്നെ നന്ദമഹാരാജ് അവരുടെ 2 പേരിനും കൂടെ കടിച്ചു കുറച്ച്. ഇങ്ങോട്ടും എല്ലാം പതുക്കെ മൂഡ് മാറി ചിരിക്കാൻ തുടങ്ങി. എങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. കൃഷ്ണനെ വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. വീട്ടിനകത്ത് കൂട്ടിയിട്ട് വന്ന് രോഹിണി അവിടെ വന്നു. അപ്പോൾ രോഹിണി അടുത്ത് പോവോ, അമ്മായിൻ്റെ അടുത്ത് പോകണ്ടേ എന്നൊക്കെ രോഹിണി അടുത്ത് കൊടുക്കുന്നപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും നന്ദ മഹാരാജിൻ്റെ കഴുത്തിനടുത്ത് കൈയിട്ട് ഞാനവിടെ പോകുന്നില്ല. ശരി കുഴപ്പമില്ല ഡോംബരി സമാധാനമായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് നന്ദ മഹാരാജ് അവിടെ വന്നിട്ട് ഇരുന്നു. വീട്ടിനകത്ത് ഇരുന്നിട്ട് അവിടെ നിന്ന് രോഹിണി വന്നിട്ട് മോനെ വാ നമ്മൾ അമ്മാവ് കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല, നീ എവിടെയായിരുന്നു ഇത് കാര്യങ്ങളൊക്കെ നടക്കുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോ പോയില്ലേ, ഞാൻ വരുന്നില്ല. രോഹിണിയെ കുറ്റം പറഞ്ഞു.
പിന്നെ അച്ഛനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഇത്ര ദേഷ്യൻ്റെ പയ്യൻ്റെ അടുത്ത് ഇനിയും മൂലം ചോദിച്ച് രോഹിണി പറഞ്ഞു ബലറാമനടുത്ത്, നീ ചെന്നത് ചോദിക്കേ. അപ്പോൾ ബലരാമൻ ചെന്ന്, വാ നമ്മൾ എന്തെങ്കിലും കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൈവിടാം, എവിടെയായിരുന്നു നീ, എവിടെയായിരുന്നു, നമ്മുടെ ഗ്യാങ്ങിൽ പെട്ട ആൾ മെയിൻ, എൻ്റെ 2ാമത്തെ പൊസിഷനാണ്, നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വരില്ലായിരുന്നു. അയ്യോ ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് നന്ദ മഹാരാജ് പറഞ്ഞു പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട്, യശോദാവ് അമ്മാവ് കുറച്ച് ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു, രണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു, പറയാതെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കൃഷ്ണനെ കണ്ണൊക്കെ നിറഞ്ഞു. അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്, എൻ്റെ അമ്മയെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ അമ്മ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് രോഹിണിയുടെ അടുത്ത് ഓട്ടി. രോഹിണിൻ്റെ മടിയിലൊക്കെ എഴുതി കഴുത്തിൽ നിന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ, അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ രോഹിണി എപ്പോഴാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ പോയ ഉടനെ അമ്മയെ കണ്ടു. അമ്മയുടെ മുക്കിൽ നിൽക്കുക വളരെ ഉദാസമായിട്ട്, ഞാനിത് ചെയ്തല്ലേ, ഞാൻ എൻ്റെ മകനെ കെട്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ ഉദാസമായിട്ടുണ്ട്. എന്ത് ചെയ്തു, ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ ഉപവാസം. യശോദ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ആരും കഴിച്ചില്ല, ഒന്നും ആരും കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ അവിടെ ചെന്നിട്ട് ഓടിപ്പോയി, ഓടി നേരം അമ്മേൻ്റെ മുകളിൽ കയറി അമ്മേനെ ഇങ്ങനെ ആലിങ്ങനെ ചെയ്തിട്ട് അമ്മ എന്നെ വിളിച്ചു. അപ്പോഴാണ് യശോദ അമ്മയിന് കുറച്ച് സമാധാനമായി. ഇങ്ങനെ പല വിധമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പല ആചാര്യന്മാരും ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും കുറച്ച് എടുത്ത് ഗോപാല ചമ്പൂന് ജീവഗോസ്വാമി ഇത് വളരെ നന്നായിട്ട് പറഞ്ഞിരിക്കുന്നു, ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. പല ആചാര്യന്മാർ ഇതിൻ്റെ കൂടെ പലതും പറഞ്ഞിരിക്കുന്നു. ഞാൻ ചെറിയതായിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞ മലയാളത്തിൽ ഞാൻ പറയാം. പക്ഷേ ഇത് വളരെ എന്താ പറയുക, ഈ ലീലയെ കുറിച്ച് പല പേര് പറഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ. ഇത് കേൾക്കാൻ പല പേര് എത്ര പ്രാവശ്യം കേട്ടെങ്കിലും വീണ്ടും കേൾക്കണം വല്ല ഒരു ആഗ്രഹം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഭഗവാൻ തന്നെ പറഞ്ഞ എൻ്റെ കഥകൾ എൻ്റെ ഡിവോട്ടീസ്, എൻ്റെ ഭക്തന്മാർ തുഷ്ടി പുഷ്ടി, അവർക്ക് വളരെ സമാധാനമല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി അവർക്ക് കിട്ടുന്ന ഇത് കേൾക്കുന്നപ്പോൾ. അതുമില്ല രമന്തി, അവരെന്നെ വലിയ എൻജോയ്മെൻ്റ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു. സോ ഇതാണ് ദാമോദര ലീല എന്ന് പറയുന്നത്. ഇതായതുകൊണ്ട് ഭഗവാനെ ദാമ ഉദര, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്, ദാമ എന്ന് പറഞ്ഞാൽ കയറ്, ഇത് രണ്ടുമായതുകൊണ്ട് യശോദമായി കെട്ടി അവിടെ ഇട്ടത് കൊണ്ട് ദാമോദര എന്ന് പുതിയ പേര് കിട്ടി കൃഷ്ണന്. സോ ഇത് ദാമോദര ലീല എന്ന് പറയുന്നു. യശോദാനന്ദന ദാമോദര കീ നിത്തായ് ഗുരു പ്രേമാനന്ദേ.